How much song? 10 song. നമ്മൾ ഇന്ത്യൻസിന് വാല്യൂ തരുന്ന ഒരു രാജ്യം. നമ്മൾ എവിടെ പോയാലും നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ. ആദ്യമായിട്ടാണ് നമ്മൾ ടൂർ പോയിട്ട് നമ്മളെ വീഡിയോസ് എടുക്കുന്ന നാട്ടുകാരെ കാണുന്നത്. അങ്ങനെ 2 ദിവസത്തെ താഷ്കണ്ട് സിറ്റി ടൂറിന് ശേഷം നമ്മളിന്ന് പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലേക്കാണ്. സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ പ്ലേസായ സമർഖണ്ഡിൽ ബുഖാറ, സമർഖണ്ഡ് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഒന്ന് പോകുന്നത്. അപ്പോൾ വെൽക്കം ടു സമർഖണ്ഡ് ട്രാവൽ സീരീസ് പാർട്ട് 1. അപ്പോൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോകുന്നത് ട്രെയിനിലാണ്. താഷ്കണ്ടിൽ നിന്ന് സമർഖണ്ഡിലേക്കുള്ള ട്രെയിൻ, ലോക്കൽ ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ ആട്ടാ. അപ്പോൾ ഇവിടുന്ന് നേരെ ട്രെയിൻ എടുത്ത് സമർഖണ്ഡിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി റെയിൽവേയിൽ ടിക്കറ്റെല്ലാം കാണിച്ചു കൊടുത്ത് അവിടെ ഓഫീസേഴ്സ് ഉണ്ട്, അവർക്ക് ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അതെല്ലാം കാണിച്ച് നേരെ ഉള്ളിലേക്ക് പോയി അവിടെ കുറച്ച് കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഒരു കോഫി നമ്മൾ മൂന്നാളുണ്ടായിന്. ഇപ്പം 3 കോഫിയും പറഞ്ഞ് 2 ലക്ഷം ഉറുപ്പിക കൊടുക്കും 3 കോഫിക്ക്. റിച്ച് കോഫി. അങ്ങനെ ആ 3 കോഫിയും പിന്നെ ഇതുപോലത്തെ കുറച്ച് സമൂസ. ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ എന്ത് വാങ്ങിയാലും മില്യൺസും ബില്യൺസും ബില്ല് വരുന്നുണ്ടോ, എന്താ ചെയ്യുക. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വന്ന് ട്രെയിനിലേക്ക്. അപ്പോഴത്തേക്ക് ട്രെയിൻ തുറന്നിനെ. അങ്ങനെ നേരെ ട്രെയിനിൽ വന്നിട്ട് ട്രെയിനിലും ഉണ്ടായിന് ആ ഒരു ഗഹ്വ പോലത്തെ സംഭവം, അത് ഫ്രീ ആയിരുന്നു. അങ്ങനെ അതും കുടിച്ച് പിന്നെ ആണെങ്കിൽ കൈമേലുണ്ടായ കുറച്ച് ചോക്ലേറ്റും ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ സ്ഥലവും കണ്ട് 3-4 മണിക്കൂർ നമുക്ക് ജേണി ഉണ്ടായിന്. അങ്ങനെ ഈ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഫുള്ള് വില്ലേജ് കഴിഞ്ഞു. ട്രെയിനിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് മൊത്തം വില്ലേജസ്. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ സമർഖണ്ഡിലുള്ള നമ്മളെ ഹോട്ടലിലെത്തി. ഈ ഒരു ഇടുങ്ങിയ പ്ലേസിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതൊരു ഗസ്റ്റ് ഹൗസാണ്. അതിന് ആകെ പെർ ഡേ $35 അത്രേ ആയിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ പുറത്തെ വ്യൂ. ഓരോ സെക്ഷൻ ഓരോ ആളിങ്ങനെ റൂം എടുത്ത് അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഉണ്ടായിന് അവിടെ. നമ്മളെ റൂമാണ് കാണുന്നത്, നേരെ കാണുന്നിടത്ത് നമ്മളെ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. ഈ ഗസ്റ്റ് ഹൗസ് ഇവരെ ഉസ്ബെക്കിസ്ഥാനിലൊരു ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഓരോ കാഴ്ചകൾ കാണാനും. പിന്നെ നമ്മൾ റൂമിൽ ചെക്കിനൊക്കെ ചെയ്ത് നേരെ വിട്ടത് ഫുഡ് അടിക്കാൻ. ഇവിടുത്തെ നല്ല ഒതൻറ്റിക് മട്ടൺ ചിക്കൻ ഇല്ല കേട്ടോ, മട്ടൺ കബാബ്സ്, അങ്ങനെ കുറച്ച് കബാബുകൾ കഴിക്കാനും വേണ്ടിയിട്ട് നേരെ വന്ന് ഇവിടെയുള്ളൊരു ഈ റെഗിസ്ഥാൻ സ്ക്വയറിൻ്റെ അടുത്തുള്ളൊരു കടയിലേക്ക് വന്ന് നമ്മൾ അങ്ങനെ നേരെ വന്ന് ഇവിടെയുള്ള കുറച്ച് ഐറ്റംസ് ട്രൈ ആക്കി. അടിപൊളി സാധനം, മാഷാല്ലാ. ആ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, ആ ബീഫിൻ്റെ ടെക്സ്ചർ ആയിക്കോട്ടെ, എല്ലാം. പിന്നെ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സ്വീകരണമായിരുന്നു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അവരെ വക എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിന്. ടൂറിസ്റ്റ് ആണെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുറേ മെയിനായി ആട. നിങ്ങളൊരു ഫുഡ് ലവർ ആണെങ്കിൽ, എസ്പെഷ്യലി ഒരു മീറ്റ് ലവർ ആണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉസ്ബെക്കിസ്ഥാൻ മസ്റ്റ് വിസിറ്റ് ആണ്. നിങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റിൽ ആയിക്കോ. കാരണം എന്താ വെച്ചാൽ നല്ല ഒതൻറ്റിക് ട്രഡീഷണൽ മീറ്റ് കിട്ടണമെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ വരണം. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ വന്നിട്ടുള്ളത് റെഗിസ്ഥാൻ സ്ക്വയറിലേക്കാണ്. ഇത് നമ്മുടെ നാട്ടിലെ താജ്മഹലെല്ലാം പോലത്തെ ഒരു ബിൽഡിങ്. ഇവിടുത്തെ മദ്രസകൾ എന്ന് പറയാം, പണ്ട് കാലത്തെ സ്കൂളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. നല്ല എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീനും. പിന്നെ അവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നുണ്ട്, റീൽസ്, ടിക്ടോക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, ആ ഒരു ബിൽഡിങ് വേറെ തന്നെ ഒരു എന്താ പറയുക, അതന്നെ. ഇയാളിങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ജിമ്പിലും ഇതെല്ലാം പിടിച്ച് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആൾ വിചാരിച്ച് ഞാൻ എന്തോ യൂട്യൂബർ ആയിട്ടാണ്. അങ്ങനെ നമ്മൾ കാത്തുന്ന പോലെ
ആൾക്കാർ നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ ഒഴിവാൻ കാത്തുനിന്ന് ലാസ്റ്റ് കുറച്ച് ആള് കുറഞ്ഞ സമയത്ത് നമ്മൾ എന്താക്കി അവിടെ പോയി നമ്മൾ വിചാരിച്ച പോലെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ അതിലൊന്ന് ആസ്വദിച്ച്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു മാർക്കറ്റിലാണ്. സമർഖണ്ഡിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു. എൻ്റെ പേര് സിയോബ് മാർക്കറ്റ് അങ്ങനെ എന്തോന്ന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് അറിയില്ല. സിയോബ് ബസാർ അങ്ങനെ എന്തോന്ന് പറയല്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നട്ട്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, അങ്ങനത്തെ ഒരു മാർക്കറ്റ്. നമ്മൾ റിട്ടേൺ ഒക്കെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ്. അങ്ങനെ നമ്മൾ അവിടെ പോയി കുറച്ച് അനാറിൻ്റെ ജ്യൂസസ്, സ്ട്രോബെറി അങ്ങനെ കുറേ കാര്യം ടെസ്റ്റ് ചെയ്ത്. പുതിന എല്ലുണ്ട്, ക്യാപ്സിക്കം, ഉള്ളിത്തക്കാളി സ്ഥലം, ഉള്ളിത്തക്കാളി ഉള്ളിയുണ്ട്, തക്കാളി അല്ല ശരി തക്കാളി എന്നല്ല, സോറി മാറിപ്പോയി. ഹൗ മച്ച് സോം? 10,000 സോമ്. 10,000 സോമാണ് ഗൈസ്. 12,000 സോമാന്ന് $1. പക്ഷെ $1 ആകുന്നില്ല, 3 ദിർഹംസ് ആകുന്നില്ല. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് സെക്ഷനിൽ വന്ന് കുറച്ച് ചോക്ലേറ്റ്സ് വെറൈറ്റി അവർ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് നമ്മൾക്ക് കുറേ സാധനം ട്രൈ ചെയ്യാൻ കിട്ടിനി. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സാരികത്തായ താത്ത ചിത്രം വരക്കുന്നുണ്ട്. എന്തോളം വരക്കുന്നത് നമുക്കറിയില്ല. നല്ല നോക്കി. പിന്നെ നമ്മൾ സൊവിനിയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കുറേ സൊവിനിയർ വെക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ വാങ്ങാൻ വേണ്ടി അതും പോയി. പിന്നെ നമ്മളിങ്ങനെ ഈ മാർക്കറ്റിലേക്ക് കൂടെ നടന്ന് അപ്പോഴത്തേക്കും 5-6 മണി ആയിന്. പിന്നെ നല്ല വിശപ്പുണ്ടായിന്. നേരെ പോയി ഫുഡും കഴിച്ച് ഒരു ഹാൻഡെക്സ് എടുത്ത് റൂമിലേക്ക് വിട്ട്. നമ്മളാണെങ്കിൽ 2 ദിവസം സമർഖണ്ഡിലും 2 ദിവസം താഷ്കണ്ടിലും ഉണ്ടായത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ സമർഖണ്ഡിൽ അതുപോലെ കുറച്ച് ഹിസ്റ്റോറിക്കലായ പ്ലേസിൽ പോയി. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ എല്ലാ പ്ലേസും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ മസ്റ്റ് ഇങ്ങനെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞാൻ എന്താക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആരെയും പോകുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. ആദ്യമെല്ലാം വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടായിന്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡൗട്ട്, നമ്മൾ വീഡിയോ എടുത്ത് ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ ഫുള്ള് സ്ഥലങ്ങളൊന്നും വീഡിയോ ഉണ്ടായിട്ടില്ല. കുറേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. മീൻസ് ഫോട്ടോസും കാര്യങ്ങളും മാത്രം എടുത്ത് ഷോർട്സിനുള്ള റീൽസിനുള്ള അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്ത് വെച്ച്. പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് പ്ലേസുകൾ കണ്ട് ഫുഡ് കഴിച്ച് പിന്നെ സമർഖണ്ഡിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് താഷ്കണ്ടിലേക്ക് വന്ന്. കാരണം നമ്മൾ താഷ്കണ്ടിൽ നിന്നാണ് നമ്മൾ കസാഖിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റ്. നമ്മളങ്ങനെയാണ് പോകുന്നത്. ട്രെയിൻ വഴി പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ട്രെയിനിൽ ഒരുപാട് സമയവും പിന്നെ അന്ന് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടും ഉണ്ടായിട്ടില്ല. ട്രെയിൻ അവൈലബിൾ ആണോയെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് വഴി പോകാമെന്ന് വിചാരിച്ച്. ട്രെയിനിലാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് നോക്കിയ സമയത്ത് പെർ പേഴ്സൺ അറൗണ്ട് 200 ദിർഹംസ്, നാട്ടിലത്തെ ഒരു 4,000-4,500 വരും. പക്ഷെ ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയത് 180 ദിർഹംസ്, 85 ദിർഹംസ്, 185 ദിർഹംസിൻ്റെ അടുത്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ 185 ദിർഹംസിന് പെർ പേഴ്സൺ കിട്ടിയോണ്ട് എന്താക്കി ഒന്നും നോക്കിയില്ല. അപ്പോൾ അവിടെ ആ ഫ്ലൈറ്റ് എടുത്ത് താഷ്കണ്ടിൽ നിന്ന് അൽമാട്ടിയിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇതാണ് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ. ഇത് താഷ്കണ്ടിൽ നിന്ന് സമർഖണ്ഡിലേക്കും സമർഖണ്ഡിൽ നിന്ന് താഷ്കണ്ടിലേക്കെല്ലാം ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ 1 മാസം മുമ്പെല്ലാം ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ടിക്കറ്റ് കിട്ടുന്നുണ്ടായിട്ടില്ല, നമുക്ക് കിട്ടിയില്ല. നമ്മളതുകൊണ്ട് വേറെ ട്രെയിൻ എടുത്തിട്ടേനും വന്നതും പോയതെല്ലാം അതും ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ്. പക്ഷേ മറ്റേത് ഈ ബുള്ളറ്റ് ട്രെയിനാണ് മെയിനായിട്ട് ഫേമസ്. എല്ലാ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം. അങ്ങനെ നമ്മൾ കിട്ടിയ ട്രെയിനും എടുത്ത് അത് തന്നെ നമ്മൾ ഏകദേശം അറൗണ്ട് ഒരു 1-2 വീക്ക് മുമ്പൊക്കെ എടുത്തു വെച്ച ടിക്കറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ആൾക്കാർ പറയുന്നത്. കാരണം ടിക്കറ്റ് മുമ്പേ എല്ലാം സോൾഡ് ആവും. അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ ഡെയിലി ട്രാവൽ ചെയ്യുന്നതാണ്.
മെയിനായിട്ട് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു, നല്ലോണം ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ഓരോ അവരെ നാട്ടിലുള്ള ഓരോ വെറൈറ്റികൾ, പിന്നെ ഓരോ ഒതൻറ്റിക് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഓരോ വെറൈറ്റി ഐറ്റംസും. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും മീറ്റ് ലവറാണ്. കാരണം ഇവിടെ മെയിനായിട്ട് മീറ്റ് കൊണ്ട് കളികളാണ്. ഹോർസ്, മട്ടണ്, അങ്ങനെ നമ്മൾ കുറേ വെറൈറ്റി ഫുഡ് പേരൊന്നും അറിയാത്ത സാധനം വരെ ട്രൈ ആക്കിയിന്. വേറെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ നിന്നുള്ള കുറേ വണ്ടികളില്ലേ, ചൈനൻ്റെ ഹോങ്കോയി, പിന്നെ ഒരുപാട് പേരറിയാത്ത വണ്ടികളുണ്ട്, അത് ജെറ്റ് ടൂർ. അതൊന്നും ദുബായിൽ നമ്മളിങ്ങനെ കാണുന്നേ ഉള്ളൂ, കയറാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നിട്ട് യാൻഡെക്സ് വഴി എല്ലാ അങ്ങനത്തെ വണ്ടികളിലും കയറാം. യാൻഡെക്സിൽ ബിസിനസ് നമ്മൾ ബുക്ക് ചെയ്യുക. ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യുമ്പോൾ ചെറിയ പൈസക്ക് 10 ദിറംസ് 15 ദിറംസിലും അത്യാവശ്യം നമുക്കൊരു 3-4 കിലോമീറ്ററിലും പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കെല്ലാം യാൻഡെക്സ് ബുക്ക് ചെയ്തെല്ലാം നല്ല ഈ താഷ്കണ്ട് സിറ്റിയിൽ എല്ലാം അത്യാവശ്യം നല്ല പ്രീമിയം കാറുകളാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളെന്താക്കി ഗൈഡോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നോർമൽ ഗൈഡും കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്യാറില്ല. അങ്ങനെ 2-3 ദിവസത്തെ താഷ്കണ്ടും സമർഖണ്ഡിലും അടിപൊളി ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളിന്നുള്ളത് താഷ്കണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അൽഹംദുലില്ലാ, അങ്ങനെ 5 രാജ്യം കവറാക്കാൻ പറ്റിയൊരു സന്തോഷമില്ലേ, അതിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ 5 രാജ്യം കവറാക്കി 6ാമത്തെ രാജ്യത്തേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ. അൽഹംദുലില്ലാ, അങ്ങനെ വളരെയധികം സന്തോഷത്തിലാണുള്ളത് ഇപ്പോൾ. ഏകദേശം 2 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിട്ട്, അങ്ങനെ പുതിയ രാജ്യത്ത് പോകുന്നതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ആണോ എന്ന് അറിയില്ല. അത് നമുക്കൊരു 2 മണിക്കൂർ ഡിലേ ആയിട്ട് നമുക്കൊരു ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ എയർപോർട്ടിലിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വന്നു. നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ റിവ്യൂ ആദ്യം നോക്കിന്. അപ്പോൾ അവർ ഇങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ടായിന് ഇത് ഭയങ്കര ഡിലേ ആണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉസ്ബെക്കിസ്ഥാനോട് സലാനും പറഞ്ഞ് നേരെ വിട്ട് കസാക്കിസ്ഥാനിലേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കസാക്കിസ്ഥാനിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരും.